കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. ഒരാൾക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു ടീം വർക്കിലൂടെ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സണ്ണിയുടെ നേതൃത്വത്തിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, CLP ഉണ്ട്. ഇവിടെ നിയമസഭയിലെ കാര്യങ്ങൾ നോക്കാനും നിയമസഭാ കക്ഷി നേതാവെന്നിൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന CLP ഉണ്ട്. പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്. പാർട്ടിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള മുൻ പ്രസിഡന്റുമാരുണ്ട്. താഴെത്തട്ടിന് മേൽ മുകളിലുള്ള പ്രവർത്തകരുണ്ട്. ഇവരെല്ലാവരും കൂടി നിന്നാൽ നമുക്ക് സംശയപ്പെടാം. നമ്മുടെ ലക്ഷ്യം വളരെ സീരിയസ് ലക്ഷ്യങ്ങളാണ്. 2025 നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിനെയും UDF-നെയും വിജയിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഭാരിച്ച ദൌത്യത്തിലേക്ക് ഈ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെയും UDF-നെയും വിജയിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഭാരിച്ച ദൌത്യത്തിലേക്ക് ഇന്ന് ഇന്ദിരാഭവനിൽ നിന്നും കൂടുതൽ ക്രിയാത്മകമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടീം വർക്കാണ്. ഈ ടീം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ലക്ഷ്യം ഒന്നേ ഒന്ന് ലക്ഷ്യം. ലക്ഷ്യത്തിന്റെ മുന്നിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും ശക്തമായ വഴി എന്ന് പറഞ്ഞ് യോജിച്ചുള്ള വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ആ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ടീമുണ്ട്. അതിന് സഹായിക്കാൻ പറ്റുന്ന വലിയ നിരയുണ്ട്. ആ ടീമും നിരയും കൂടി യോജിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജനങ്ങൾ മടുത്തൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മടുത്തൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ആ ജനങ്ങളുടെ പ്രതീക്ഷകളെ കൊത്തുവരാൻ കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി ഒരു ടീമായി വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകളെ കൊത്തുവരാൻ ഇനി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും എല്ലാം മറന്ന് എന്റെ കാര്യമല്ല നമ്മുടെ കാര്യം, എന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, എന്റെ ചിന്താഗതിയല്ല നമ്മുടെ ചിന്താഗതി, ഇതായിരിക്കണം വരുന്ന ഒരു വർഷക്കാലത്തെ ഓരോ കോൺഗ്രസ്സുകാരൻ, അത് താഴെത്തട്ടിലെ വാർഡ് പ്രവർത്തകൻ മുതൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരെയുള്ള നേതാക്കന്മാരായ ഞാനടക്കമുള്ള ആൾക്ക് വരെ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം വിനയപുരസ്സരം ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പാർട്ടിയെ ശക്തമാക്കാൻ, പാർട്ടി പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്താൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ, പാർട്ടി ശ്രേണികളിൽ നിൽക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. രാജ്യം അതീവ ഗുരുതരമായ വെല്ലുവിളി നേരിടുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. AC ആണെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ ഞാനില്ല.